أعوذ بالله من الشيطان الرجيم. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح. المصباح في زجاجة، الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങളെ സൂക്ഷിച്ചു പാലിച്ച് ദീനിയായി ഒരു ജീവിതം ക്രമപ്പെടുത്തുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയും ഉണർത്തുകയുമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവം ഒരു മഹദിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിലും അപ്രകാരം മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത സംഭവം കർമ്മശാസ്ത്രപരമായ പല മസ്അലകളും ഉൾക്കൊള്ളുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് നേടിയ ഒരു മഹദിയുടെ ചരിത്രവും ഉൾക്കൊള്ളുന്നു. അതിനാലാണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയുണ്ടായത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് പ്രസ്തുത സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ സഹാബികളിൽ പ്രമുഖനാണ്. ഹിജ്റയുടെ 52 അദ്ദേഹം വഫാത്താകുന്നത്. 12 ഹദീസുകൾ ഇമാം ബുഖാരി അദ്ദേഹത്തിൽ നിന്ന് സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഹദീസിൻ്റെ ഈ സംഭവത്തിൻ്റെ റാവി. ഈ സംഭവത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും
ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, കുന്നാ ഫീ സഫരിൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നാ അസ്റൈനാ ഹത്താ ഇദാ കുന്നാ ഫീ ആഖിരിൽ ലൈലി വഖഅനാ വഖഅ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ സഞ്ചാരം തുടർത്തി. ഹത്താ ഇദാ കുന്നാ ഫീ ആഖിരിൽ ലൈലി വഖഅനാ വഖഅതൻ. രാത്രിയുടെ അവസാന സമയമായപ്പോൾ ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായി, അഥവാ അവരെല്ലാവരും ഉറങ്ങിപ്പോയി. അതാണ് ആ സംഭവം. അതിനെ അപ്രകാരമാണ് പറഞ്ഞ് ആഖ്യാനിക്കുന്നത്. ഫമാ ഐഖബന ഇല്ലാ ഹർറു ശംസ്. സൂര്യോദയത്തിന് ശേഷം സൂര്യൻ്റെ ചൂടാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത്. ആദ്യമായി ഉറക്കിൽ നിന്ന് ഉണർന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. പിന്നീട് ഒന്ന് രണ്ട് പേർ ഉറക്കിൽ നിന്ന് ഉണർന്നു. നാലാമത് ഉറക്കിൽ നിന്ന് ഉണർന്നത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിപ്പോയാൽ സഹാബികൾ പ്രവാചകനെ ഉണർത്താറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരുകയല്ലാതെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ശർഈയായ എന്തെങ്കിലും മതപരമായ എന്തെങ്കിലും തേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പ്രവാചകന്റെ ഉറക്ക് എന്നുള്ളത് അവർക്കറിയാത്തത് കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ഉണർത്തിയില്ല. ഉമറിനെ തുടർന്ന് ഉണരുന്നത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നതിനെ കുറിച്ച് ഹദീസിലുള്ളത്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണർന്നപ്പോൾ ശബ്ദം ഗൗരവതരമായ രീതിയിൽ ഉമർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഉമറിന്റെ തക്ബീറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്തിയത്. ഈ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ യാത്രാ ക്ഷീണം കാരണത്താൽ രാവിന്റെ തുടക്കത്തിൽ യാത്രയിൽ തുടർന്ന സഹാബികൾ രാത്രിയുടെ അവസാന സമയമായപ്പോൾ ക്ഷീണിച്ച് അവശരാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലൗ അർറസ്ത ബിനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര മതിയാക്കി ഇറങ്ങി ക്ഷീണം തീർക്കുവാൻ ഒന്ന് വിശ്രമിച്ചെങ്കിൽ എന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ആ തരുണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി അഖാഫു അൻ തനാമു അനി സ്വലാ, ഈ സമയം നിങ്ങൾ ഉറങ്ങിയാൽ നമസ്കാരത്തെ തൊട്ട് നിങ്ങൾ മറന്നു പോകുമോ, ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതായത് രാവിന്റെ തുടക്കത്തിലൊക്കെ സഞ്ചരിച്ചതാണ്. ഇനി രാവിന്റെ ഒടുവിൽ വിശ്രമിക്കാനിരുന്നാൽ ഉറക്കം അതിജയിക്കുകയും ഉറങ്ങിപ്പോവുകയും നമസ്കാരം നഷ്ടപ്പെടുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ സമയം ഫഖാല ബിലാലുൻ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന ഊഖിദുക്കും, നിങ്ങളെ ഞാൻ ഉറക്കിൽ നിന്ന് ഉണർത്തും. എല്ലാവരും കിടക്കാൻ പറഞ്ഞു, വിശ്രമിക്കാൻ പറഞ്ഞു. ഫനസലൽ ഖൗമു ഫത്തജഉ, അങ്ങനെ എല്ലാവരും ഇറങ്ങി, അവരെല്ലാവരും വിശ്രമിക്കാനായി കിടന്നു. വഅസ്നദ ബിലാലുൻ ബഹ്റഹു ഇലാ റാഹിലതിഹി, ബിലാൽ തൻ്റെ ഒട്ടകത്തിലേക്ക് മുതുക് ചാർത്തി അദ്ദേഹവും ചാരിക്കിടന്നു. ഫഗലബത് ഐനാഹു, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉറക്കം അതിജയിച്ചു, അദ്ദേഹം ഉറങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ സൂര്യൻ ഉദിച്ചു പൊങ്ങിയിട്ടുണ്ട്. ബിലാലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ബിലാൽ ഐനമാ ഖുൽത്, നിങ്ങൾ പറഞ്ഞതെവിടെ? ഉറക്കത്തിൽ നിന്ന് ഉണർത്താമെന്ന് നിങ്ങൾ പറഞ്ഞു, എവിടെ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ ഉൽഖിയത് അലൈഹ നൗമത്തുൻ മിസ്ലഹാ ഖത്ത്,
മിസ്ലുഹാ ഖത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ ഇതുപോലുള്ള ഒരു ഉറക്കം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖബദ അർവാഹക്കും ഹീന ശാ, അള്ളാഹു നിങ്ങളുടെ ആത്മാക്കളെ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ പിടികൂടി, വറദ്ദഹ ഇലൈക്കും ഹീന ശാ, അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ നിങ്ങളുടെ റൂഹിനെ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചേകി. അങ്ങനെ സുമ്മ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ ഖും, ബിലാൽ എഴുന്നേൽക്കൂ, ഫആദിനി നാസ ബിസ്സലാഹ്, നമസ്കാരത്തിന് അദാൻ ബാങ്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫതവദ്ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തു. ഫലമ്മ ഇർതഫഅത് അശംസു വബിയദ്ദത് ഖാമ ഫസല്ല, സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയുണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇവിടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പലതിലും പല റിപ്പോർട്ടുകൾ ഈ ഉറക്കവും അതേപോലെ ഈ ഉണർച്ചയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിലാൽ എന്നവർ എല്ലാവരെയും ഉറക്കമുണർത്താം, ഉറങ്ങാതെ ഇരിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം എല്ലാവരെയും ഉറക്കി കിടത്തിയത്. പക്ഷെ ഉറക്കം അതിജയിച്ചപ്പോൾ ബിലാൽ എന്നവരും ഉറക്കിന് മുമ്പിൽ വീണുപോയി. ചിലർ ബിലാൽ റളിയല്ലാഹു തആലാനുവിനെ അധിക്ഷേപിച്ച് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ എന്നവരെ ഈ വിഷയത്തിൽ സംസാരിച്ചവർക്കെതിരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചിലരോട് പ്രവാചകൻ പറഞ്ഞത്, ബിലാൽ എന്നവരുടെ മാംസം ഞാൻ നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ കാണുന്നു എന്നാണ്. അഥവാ ഇതിൻ്റെ പേരിൽ ഒരു കുറ്റം അദ്ദേഹത്തിൽ എണ്ണിയത് കാരണത്താലായിരുന്നു. യഥാർത്ഥത്തിൽ ആരുടെ പല്ലുകൾക്കിടയിലാണോ ബിലാലിൻ്റെ മാംസം പ്രവാചകൻ കാണുന്നു എന്ന് പറഞ്ഞത്, അവർ വലിയ ഒരു ആരോപണം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നേരെ ഉയർത്തിയിട്ടില്ല. പ്രത്യുത നിങ്ങൾ വല്ലാത്തൊരു ഉറക്കക്കാരൻ തന്നെ എന്ന് അവർ പറയുകയും അത് ബിലാൽ റളിയല്ലാഹു തആലാന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയുമാണ് ഉണ്ടായത്. വ്യക്തികളുടെ കുറവുകൾ എണ്ണി അത് മറ്റുള്ള അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് ഗൗരവത്തിലാണ് കണക്കിലെടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ കുറ്റം പറഞ്ഞ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കോലെടുത്ത് പല്ല് കുത്താൻ പറഞ്ഞത്. തഖല്ലൽ, പല്ല് വൃത്തിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, റസൂലെ ഞാൻ മാംസമൊന്നും കഴിച്ചിട്ടില്ലല്ലോ പല്ല് വൃത്തിയാക്കുവാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ മാംസം കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരൻ്റെ മാംസമാണ് നിങ്ങൾ തിന്നത് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഫജ്ർ സമയത്ത് ഉറങ്ങിപ്പോവുകയും സൂര്യോദയത്തിന് ശേഷമാണ് അവർ ഉണരുകയുണ്ടായത്. ബിലാൽ എന്നവർ ബാങ്ക് വിളിച്ചു. അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൊണ്ട് നമസ്കരിച്ചു. ഇമാം ബുഖാരിയുടെയും മറ്റും റിപ്പോർട്ടിലുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉറങ്ങിയ സ്ഥലത്ത് നിന്ന് അല്പം മാറിപ്പോകാൻ പറഞ്ഞു. കുഴപ്പമില്ല, ഉറങ്ങിപ്പോയി, പക്ഷേ ഉറങ്ങിയയിടത്തു നിന്ന് മാറാൻ പറഞ്ഞു. അങ്ങനെ അല്പം സ്ഥലം മാറിയതിന് ശേഷമാണ് നമസ്കരിച്ചത്. ഹദീസിന്റെ റിപ്പോർട്ടിലുള്ളത് ഫർത്തഹൽ ഫസാറ ഗൈറ ബഈദ്, അല്പം സഞ്ചരിച്ച് കൂടുതൽ ദൂരം പോയില്ല. സുമ്മ നസല ഫദഅ ബിൽ വദു ഫതവല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്പം മാറി അവിടെ വെച്ച് വദു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വദു ചെയ്തതിന് ശേഷം നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു, എന്നിട്ട് നിസ്കരിച്ചു. ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം തീർന്നപ്പോൾ ഇദാ ഹുവ ബിറജുലിൻ മുഅ്തസിൽ, ഒരു മനുഷ്യൻ, ഒരു സഹാബി വിട്ടു നിൽക്കുന്നുണ്ട്, നിസ്കരിച്ചിട്ടില്ല. ലം യുസല്ലി മഅൽ ഖൗം, സഹാബത്തിനോടൊപ്പം നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ഖല്ലാദ് ഇബ്നു റാഫി' എന്നായിരുന്നു. തിരുനബി ചോദിച്ചു, മാ മനാക യാ ഫുലാൻ അൻ തുസല്ലി മഅൽ ഖൗം, എന്തേ നിങ്ങൾ ആളുകളോടൊപ്പം നിസ്കരിക്കാതിരുന്നത്? ഖാല അസാബത്നി ജനാബത്തുൻ വലാമ, പ്രവാചകരെ എനിക്ക് ജനാബത്തുണ്ടായി, ഞാൻ വലിയ ശുദ്ധിക്കാരനാണ്. വലാമ, വെള്ളല്ല.
അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക ബിസ്സഈദ്, നിങ്ങൾ ശുദ്ധമായ ഭൂമിയുടെ പ്രതലത്തിൽ കൈയടിച്ച് നിങ്ങൾക്ക് തയമ്മം ചെയ്താൽ മതിയാകും. വലിയ ശുദ്ധിക്കാരനാണ്, അതുകൊണ്ട് നിസ്കരിക്കാതിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു, വെള്ളമില്ല എങ്കിൽ ശുദ്ധമായ ഭൂപ്രതലത്തിൽ കൈയടിച്ച് നിങ്ങൾ തയമ്മം ചെയ്യുക. അങ്ങനെ വലിയ ശുദ്ധിക്ക് പകരം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമില്ലാത്ത കാരണത്താൽ തയമ്മം നിശ്ചയിച്ചു. എങ്ങനെയാണ് വലിയ ശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തയമ്മം ചെയ്യുക? ഉദു ചെയ്യാൻ വെള്ളമില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കൽ പാടില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ കൈ ശുദ്ധമായ ഭൂപ്രതലത്തിൽ ഒരു തവണ അടിച്ച് മുഖം തടവുക, മുൻകൈയിൻ്റെ പുറം ഭാഗവും തടവുക ഒരു പ്രാവശ്യം. ഇതാണ് തയമ്മും. ഈ തയമ്മും തന്നെയാണ് വലിയ ശുദ്ധിയായാൽ, വെള്ളമില്ലാതിരുന്നാൽ ശുദ്ധി വരുത്താനുള്ള തയമ്മുമിൻ്റെ രീതി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചത്. പിന്നീട് സംഭവം തുടരുകയും നാം ചർച്ച ചെയ്യാനുള്ള മഹദിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഹദീസിൽ വരുന്നത്. അതിനു മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് രാത്രിയുടെ ഏതാനും സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയപ്പാട് ആ സമയം, ഇന്നി അഖാഫു അൻ തനാമു അനി സലാ, നിങ്ങൾ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയപ്പാട് ഒരു നമസ്കാരം അതിൻ്റെ സമയം തെറ്റിപ്പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോവുക എന്നുള്ളതാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രത്യേകം സഹാബത്തിനെ ഉണർത്തി. നമസ്കാരം അതിൻ്റെ സമയത്തിൽ നിന്ന് ഉറങ്ങിപ്പോകുക എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ടാണ് സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ, ഞാൻ നിങ്ങളെ ഉണർത്തുവാൻ നിൽക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഉറങ്ങിപ്പോയപ്പോൾ സഹാബികളുടെ പ്രശ്നം നോക്കൂ നിങ്ങൾ. ഒരു നമസ്കാരം അതിൻ്റെ സമയം തെറ്റി അവർ ഉറങ്ങിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവലാതി ബോധിപ്പിക്കുകയാണ്, പ്രവാചകരെ ഉറങ്ങിപ്പോയല്ലോ. ആ ഗൗരവം അത് ഉമറിന്റെ വർത്തമാനത്തിൽ തെളിയുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ഉമർ ഗൗരവത്തിലാണ് നമസ്കാരത്തിൽ നിന്ന് ഉറങ്ങിപ്പോയതിനെ കുറിച്ച് തന്റെ വികാരം പ്രകടിപ്പിക്കുന്നത്. ആ തക്ബീർ ധ്വനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ഉണർത്തിയത്. അപ്പോൾ സഹാബ കിറാം എത്ര ഗൗരവത്തിലാണ് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുക എന്നതിനെ കണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാര സമയത്ത് ഉറങ്ങുന്നതിനെ കണ്ടിരുന്നത്. അത് ഈ സംഭവത്തിന്റെ തുടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ശിക്ഷാർഹമായിട്ടുള്ള പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ബർസഖി ലോകത്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരു ശിക്ഷ കാണുകയുണ്ടായി. എന്താണ് ശിക്ഷ? ഒരു വ്യക്തിയുടെ തല ചതച്ചരക്കപ്പെടുകയാണ് മറ്റൊരു വ്യക്തി കല്ലുകൾ കൊണ്ട്. അങ്ങനെ കല്ലുകൊണ്ടുള്ള ഈ ചതച്ചരക്കലിൽ തല നശിക്കുകയും വീണ്ടും തല പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും വീണ്ടും ചതച്ചരക്കപ്പെടുകയുമാണ്. ഈ ശിക്ഷ അത് തുടരുകയാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും ഖബറിൽ ഈ മനുഷ്യൻ ഈ ശിക്ഷ തുടരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അമ്മല്ലദി യുസ്ലഖു റഅസുഹു ബിൽ ഹജർ, കല്ലുകൊണ്ട് തല ചതച്ചരക്കപ്പെടുന്നതായ വ്യക്തി, ഫഇന്നഹു യഅഖുദുൽ ഖുർആൻ ഫയർഫിദുഹു, ഖുർആൻ സ്വീകരിക്കുകയും അതിനെ തള്ളുകയും ചെയ്യുമായിരുന്നു. വയനാമു അനി സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാര സമയത്ത് അയാൾ ഉറങ്ങുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫർദ് നമസ്കാര സമയം അത് ആ സമയം കിടന്നുറങ്ങുക എന്നുള്ളത് മഹാപാപാണ്. അതിന് വലിയ ശിക്ഷയാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് സഹാബികൾ ഉറങ്ങിയതൊരു വലിയ ഗൗരവമായ വിഷയമായി കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറങ്ങിപ്പോകും, എഴുന്നേൽക്കുകയില്ല എന്ന് ഭയക്കുന്നവർ ഉണർത്തുവാൻ ആളെ നിശ്ചയിക്കണം എന്നുള്ള മര്യാദയും ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
എല്ലാവരും ഉറങ്ങിയപ്പോൾ ബിലാലിനെ ഉറക്കിൽ നിന്ന് ഉണർത്തുവാനാണ് നിശ്ചയിച്ചത്. ഇന്ന് നമുക്ക് മാധ്യമങ്ങളും വസീലകളും ഏറെയാണ്. ഒരു നമസ്കാര സമയത്ത് ഉറങ്ങിപ്പോകുമോ എന്ന് ഭയന്നാൽ വിളിച്ചുണർത്തുവാൻ നമുക്ക് കൂട്ടുകെട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വിളിക്കുവാനുള്ള മാധ്യമങ്ങളുണ്ട്. നമുക്ക് തന്നെയും ഒരുക്കി വെക്കാവുന്ന നമ്മളെ ഉണർത്തുന്നതായ മാധ്യമങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും ആളുകൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വേണ്ടത്ര താല്പര്യത്തിലും ശുഷ്കാന്തിയിലുമല്ല എന്നുള്ളതാണ് ഗൗരവം. ഒരു ജോലി അത് ഫജ്ർ സലയുടെ സമയത്താണ് എങ്കിൽ ആ ജോലിക്കുണരുവാൻ സ്വീകരിക്കുന്നതായ മാധ്യമങ്ങൾ എത്രയാണ്? വിളിച്ചുണർത്തുവാൻ ഏൽപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിനു വേണ്ടിയാണ് ഉറക്ക് ഒഴിക്കേണ്ടതെങ്കിൽ ഉറക്കൊഴിക്കാൻ റെഡിയാണ്. ഉണരുവാൻ വേണ്ടിയുള്ള മാധ്യമങ്ങൾ ഒരുക്കുവാനും റെഡിയാണ്. എന്നാൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആളുകൾക്ക് പലപ്പോഴും അലംഭാവവും അലസതയും കാര്യഗൗരവമില്ലായ്മയുമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും ഒരു അതിശയോക്തിയില്ല. ഏതായാലും സഹാബത്തിൻ്റെ ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പാഠങ്ങളൊക്കെ, ഈ മര്യാദകളൊക്കെ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. സംഭവം ഇമാം ബുഖാരിയുടെ റിവായത്തിൽ തുടരുന്നത് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർത്തി. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദാഹം ആവലാതിപ്പെടാൻ തുടങ്ങി. ദാഹം ആവലാതിപ്പെടുക എന്ന് പറഞ്ഞാൽ വെള്ളമല്ല, മരിപ്പറമ്പിലൂടെയുള്ള യാത്രയാണ്. അതുകൊണ്ട് ദാഹിച്ച് വലയുന്നത് പ്രവാചകനോട് അവർ സങ്കടപ്പെട്ടു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സഹാബികളെ വിളിച്ചു. ആ രണ്ടിൽ ഒരു സഹാബി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഇവരെ വിളിച്ച് അവരോട് തിരുനബി പറഞ്ഞു, ഇദ്ഹബ ഫബ്തഗിയ അൽമ, നിങ്ങൾ രണ്ടുപേരും പോയി വെള്ളം അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അലിയും മറ്റേ സഹാബിയും പുറപ്പെടുകയും അങ്ങനെ ഫതലഖയ ഇംറഅതൻ സാദിലതൻ റിജ്ലൈഹ ബൈന മസാദതൈൻ, അലിയും സഹാബിയും പോയി അവർ ഒട്ടകപ്പുറത്ത് ഇരുഭാഗങ്ങളിലേക്ക് കാല് തൂക്കിയിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കലെത്തി. ആ സ്ത്രീ ഒട്ടകപ്പുറത്ത് രണ്ട് വലിയ തോൽ പാത്രത്തിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ അടുക്കലെത്തിയപ്പോൾ അലിയും സഹാബിയും ചോദിച്ചു, ഐനൽമ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടിയത്, എവിടെയാണ് വെള്ളമുള്ളത് എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ആഹദി ബിൽമ അംസി ഹാദിഹി സാഅ, ഞാൻ വെള്ളം, ഈ ഒട്ടകപ്പുറത്തിരിക്കുന്ന വെള്ളം എടുത്തത് ഇന്നലെ ഇതേ സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളമായിട്ട് എനിക്ക് കിട്ടിയിടത്തേക്ക് ഇവിടുന്ന് 24 മണിക്കൂർ യാത്രാ ദൂരമുണ്ട് എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ യൗമുൻ വലൈല, ഒരു രാവും പകലും സഞ്ചരിച്ചിട്ടാണ് ഈ ഒട്ടകപ്പുറത്തുള്ള വെള്ളം ഞാൻ കൊണ്ടുവരുന്നത് എന്ന് ഈ സ്ത്രീ അലിയിനോടും അതേപോലെ തന്നെ കൂടെയുള്ള സഹാബിയോടും പറയുകയുണ്ടായി എന്നാണ്. മാത്രമല്ല ആ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ സ്ത്രീകളെ തനിച്ചാക്കി ഞങ്ങളുടെ പുരുഷന്മാരെല്ലാവരും വെള്ളം തേടി പോയിരിക്കുകയാണ് എന്നും അവർ പറയുകയുണ്ടായി എന്ന് ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. ഈ സമയം അലിയും സഹാബിയും ഈ സ്ത്രീയോട് പറഞ്ഞു, ഫന്തലിഖി ഇദൻ, എങ്കിൽ നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇല ഐന, ഞാൻ എവിടേക്ക് പോകണം? അപ്പോൾ അലിയും സഹാബിയും പറഞ്ഞു, ഇല റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീ ഉടനെ പ്രതികരിക്കുകയാണ്, അല്ലദീ യുഖാലു ലഹു സാബി, ജനങ്ങൾ പുത്തൻവാദി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുക്കലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ സ്ത്രീ മുശ്രിക്കത്താണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അവർ മുസ്ലിമീങ്ങളുടെ ശത്രു കൂടിയാണ്.
അവർ റസൂലുള്ള എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ റസൂലുള്ള അവരുടെ മനസ്സിൽ അസാബിയാണ്, പുത്തൻവാദിയാണ്. അതുകൊണ്ടാണ് അവർ അലിയോടും സഹാബിയോടും ചോദിക്കുന്നത്, അല്ലദീ യുഖാലു ലഹു അസാബി, ജനങ്ങൾ പുത്തൻവാദി എന്ന് പേരിട്ട് വിളിക്കുന്ന അയാളുടെ അടുക്കലേക്കാണോ പോകേണ്ടത്? അപ്പോൾ അലിയും സഹാബിയും പറഞ്ഞു, ഹുവല്ലദീ തഅനീൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അത് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പുത്തൻവാദിയാണോ എന്ന് ചോദിക്കുമ്പോൾ പുത്തൻവാദിയല്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ പേടിപ്പെടുത്തും. പിന്നെ ഇവർ പറയുന്ന ഭാഗത്തേക്ക് അവർ പോയിക്കൊള്ളുന്നില്ല. പുത്തൻവാദിയാണെന്ന് പറഞ്ഞാലോ അവൾ പുത്തൻവാദിയാണെന്ന് പറയുന്നതിനെ സമ്മതിക്കലുമായി. അതുകൊണ്ട് അലിയുടെയും സഹാബിയുടെയും പ്രതികരണം വളരെ സുന്ദരമായ നിലക്കാണ്. നിങ്ങൾ ഏതൊരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അലിയും അതേപോലെ തന്നെ സഹാബിയും കൂടെയുള്ള സഹാബിയും ഈ സ്ത്രീയോട് പറയുകയുണ്ടായി. അങ്ങനെ റാവി പറയുകയാണ്, ഫജാഅ ബിഹാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദസഹുൽ ഹദീസ്. ഈ സ്ത്രീയെയും കൊണ്ട് അലിയും സഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അവരുടെ വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അലിയും കൂടെയുള്ള സഹാബിയും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു എന്നാണ്, വമാ റസൂലുള്ള, ഈ റസൂലുള്ള എന്താണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അതെന്താണ് അവർക്കറിയില്ല. കാരണം അവർ മുശ്രിക്കത്തായ സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോൾ ഫസ്തൻസലൂഹാ അൻ ബഈരിഹാ, അവരുടെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ സ്ത്രീ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ പുരുഷന്മാരില്ല, സ്ത്രീകൾ മാത്രമാണുള്ളത്. പുരുഷന്മാരെല്ലാവരും വെള്ളം തേടി പോയതാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വെള്ളം തേടി പുറപ്പെട്ടത്? പുരുഷന്മാരല്ലേ വെള്ളം തേടി പോകേണ്ടത് എന്ന ചോദ്യമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു, ഞാൻ മുഅ്തിമത്താണ്. മുഅ്തിമത്ത് എന്ന് പറഞ്ഞാൽ യതീം കുട്ടികളുടെ ഉമ്മയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, കുട്ടികൾ യതീമുകളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം തേടി പോകാൻ പുരുഷന്മാരില്ലാത്തത് കാരണത്താലാണ് ഞാൻ പുറപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഹയ്യിൽ ഗോത്രത്തിൽ പുരുഷന്മാരെല്ലാവരും വെള്ളം തേടി അലഞ്ഞു പോയിരിക്കുകയാണ്, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നാ സ്ത്രീ പറഞ്ഞത്. പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവർ യോദ്ധാക്കളാണ്. അത് കാരണത്താൽ അവരുടെ ഗോത്രം ആക്രമിക്കപ്പെടരുത് എന്ന നിലക്കാണ് ആ സ്ത്രീ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയുടെ 2 തോൽപാത്രത്തിൽ വെള്ളം ഉണ്ടല്ലോ അതിനെ തടവുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ സ്ത്രീയുടെ തോൽ സഞ്ചി അത് തുറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കുവാൻ പുറത്തെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു, വെള്ളം കുടിക്കേണ്ടവർക്ക് വെള്ളം കുടിക്കാം, വെള്ളം ശേഖരിക്കേണ്ടവർക്ക് വെള്ളം ശേഖരിക്കാം. അങ്ങനെ ഹദീസിന്റെ റിപ്പോർട്ടുകളിൽ കാണാം, ഫസഖാ മൻ ഷാ വസ്തഖാ മൻ ഷാ, വെള്ളം കുടിക്കേണ്ടവർ കുടിച്ച് ദാഹം തീർത്തു, വെള്ളം ശേഖരിക്കേണ്ടവർ അവർ ശേഖരിച്ചു വെക്കുകയും ചെയ്തു. ചില റിപ്പോർട്ടുകളിൽ ദാഹിച്ചു വലഞ്ഞ അവർ ഫശരിബ്ന ഉതാശൻ 40 റജുലൻ ഹത്താ റവൈന ഫമലൈന കുല്ല ഖിർബത്തിൻ മഅന വഇദാവ, 40ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള തോൽപാത്രങ്ങളും തോൽ സഞ്ചികളും ഞങ്ങൾ വെള്ളത്താൽ നിറക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം വെള്ളം അതിൽ നിന്നെടുത്ത് ജനാബത്തുകാരനായിരുന്ന സഹാബി ഉണ്ടല്ലോ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഖല്ലാദ് ബിനു റാഫി എന്ന് പറയുന്ന സഹാബിക്ക് റസൂലുള്ള ഒരു പാത്രം വെള്ളം എടുത്തു കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅഫ്രിഗു അലൈക്, ഈ വെള്ളം കൊണ്ടുപോയിട്ട് നിങ്ങളുടെ തലയിലൂടെ ഒഴിച്ച് കുളിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ സ്ത്രീ ആകട്ടെ വഹിയ ഖായിമത്തുൻ തൻദുറു ഇലാ മാ യഫ്അലു ബിമാഇഹാ, അവരുടെ വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്നതെല്ലാം നോക്കി കാണുകയാണ്. റസൂലുള്ളാഹി തോൽപാത്രം തുറന്ന് എന്നിട്ട് വെള്ളം ഇന്ന് പുറത്തെടുത്ത്
കുടിക്കേണ്ടവരോടൊക്കെ കുടിക്കാൻ പറഞ്ഞു, ശേഖരിച്ചു വെക്കേണ്ടവരോടൊക്കെ ശേഖരിക്കാൻ പറഞ്ഞു. എല്ലാവരും വെള്ളം കുടിച്ച് 40ഓളം ആളുകൾ, അവരെല്ലാവരും വേണ്ടത്ര വെള്ളം ശേഖരിച്ച് റസൂലുള്ള ഒരു പാത്രം വെള്ളം എടുത്ത് ജനാപത്തുകാരനായ വ്യക്തിക്ക് കുളിക്കാൻ കൊടുത്തു. ഇതൊക്കെ ഈ ഒട്ടപ്പുകപ്പുറത്ത് ആ സ്ത്രീ വഹിച്ചു കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയാണ്. അവരിതെല്ലാം നോക്കിക്കാണുകയുമാണ്. സഹാബികൾ പറയുകയാണ്, പ്രവാചകൻ ഇതൊക്കെ ചെയ്യുമ്പോഴും വഇന്നഹു ലയുഖയ്യലു ഇലൈന അന്നഹ അശദ്ദു മലാതൻ മിൻഹാ ഹീന ഇഫ്തദഅ ഫീഹാ. റസൂലുള്ള തോൽ സഞ്ചി തുറന്ന് വെള്ളം പുറത്തേക്ക് എടുത്തപ്പോൾ ഏതൊരവസ്ഥയാണ് ആ തോൽ സഞ്ചിക്ക് ഉണ്ടായിരുന്നത്, അതിനേക്കാൾ തോൽ സഞ്ചി വീർത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തുടക്കത്തേതിനേക്കാൾ കൂടുതൽ തോൽ സഞ്ചി നിറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ തോൽ സഞ്ചി വീർത്ത് പൊട്ടാറായി, വെള്ളം അതിൽ അധികരിച്ചു വരികയാണ്, വീർത്ത് പൊട്ടാറായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇജ്മഉ ലഹ, അതായത് അവരിൽ നിന്ന് വെള്ളം എടുത്തല്ലോ, അതിന് പകരമായിട്ട് അവർക്ക് ഭക്ഷ്യസാധനങ്ങളെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫജമഉ ലഹ മിൻ ബൈനി അജ്വത്തിൻ വദഖീഖിൻ വസവൈഖ, അവർക്ക് കാരക്ക, അതേപോലെ തന്നെ ഗോതമ്പ് പൊടി, ഇതെല്ലാം ഒരു തുണിയിൽ സഹാബികൾ ശേഖരിക്കുകയും അതവർക്ക് നൽകുകയുമുണ്ടായി. എന്നിട്ട് സഹാബികൾ അവരുടെ ഒട്ടകപ്പുറത്ത് ഈ ശേഖരിച്ച ഭക്ഷണ വസ്തുക്കൾ കൂടി കെട്ടിവെച്ചതിന് ശേഷം അവരെ യാത്രയാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദി പിരിഞ്ഞു പോയപ്പോൾ അവരോട് പറഞ്ഞു, തഅലമീൻ മാ റസിഅനാ മിൻ മാഇകി ശൈഅ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളുടെ വെള്ളം അല്പം പോലും ഞങ്ങൾ കുറവ് വരുത്തിയിട്ടില്ല. വെള്ളം നിങ്ങളുടേത്, നിങ്ങളുടെ തോൽ സഞ്ചി കൂടുതൽ നിറയുകയാണ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ അതിൽ ഒരിക്കലും കുറവ് വരുത്തിയിട്ടില്ല, അത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാകിൻ അല്ലാഹു ഹുവല്ലദീ അസ്ഖാന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഞങ്ങളെ കുടിപ്പിച്ചത്. ഇതും ആ സ്ത്രീയെ ധരിപ്പിച്ചു. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിച്ച ഒരു മുഅ്ജിസത്താണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് വെള്ളമെടുത്ത്, സഹാബികൾ വെള്ളമെടുത്ത് ആവശ്യാനുസരണം ഓരോരുത്തരും ഉപയോഗിച്ച്, പക്ഷേ ആ തോൽ സഞ്ചിയിൽ വെള്ളം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് പൊട്ടിപ്പിളരുവോളം അത് വീർത്ത് നിറയുകയാണ് ചെയ്യുന്നത്. അവരോട് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ വെള്ളം ഒട്ടും കമ്മി വരുത്തിയിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞങ്ങളെ കുടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയമാണ്. മാത്രമല്ല ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവിടെ ഉണർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ സ്ത്രീ അവർ റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ വഞ്ചിതയാകാൻ പാടുള്ളതല്ല, സഹാബികളും വഞ്ചിതരാകാൻ പാടുള്ളതല്ല. കാരണം ഇത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് പ്രവാചകന്മാരുടേതല്ല, മുഅ്ജിസത്ത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ നബിമാരുടെ കരങ്ങളിലൂടെ കാഴ്ചവെക്കുന്നതായ അത്ഭുതങ്ങളാണ് മുഅ്ജിസത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഞങ്ങളെ കുടിപ്പിച്ചത് എന്ന് അവിടെ വെച്ച് ഉണർത്തുമ്പോൾ ആ സ്ത്രീ പ്രവാചകന്റെ വിഷയത്തിൽ വഞ്ചിതയാകില്ല. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ ആ പ്രയോഗം കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിൽ അവരോട് സംസാരിക്കുകയുണ്ടായി. ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം, ഫഅതത് അഹ്ലഹ, ഈ സ്ത്രീ അങ്ങനെ അവരുടെ കുടുംബത്തിലെത്തി, ഗോത്രത്തിലെത്തി. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, മാ ഹബസക യാ ഫുലാന, നിങ്ങൾ എന്താണ് വൈകിയത്, നിങ്ങളെ ആരാണ് വഴിയിൽ തടഞ്ഞത്? ഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, അൽ അജബ്, മഹാത്ഭുതമാണ്. ലഖിയനി റജുലാനി ഫദഹബ ബി ഇലാ ഹാദ അൽദി യുഖാൽ ലഹു സാബി ഫഫഅല കദാ വകദാ. സ്ത്രീ പറഞ്ഞു, എന്നെ 2 പേർ വഴിയിൽ കണ്ടുമുട്ടി. അവർ 2 പേരെയും എന്നെയും കൊണ്ട് ആളുകൾ പുത്തൻവാദി എന്ന് വിളിക്കുന്ന ആ അസ്സാബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അയാൾ ഇന്നിന്ന പ്രവൃത്തികളെല്ലാം ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞ ആ സ്ത്രീ പറയുകയാണ്, ഫവല്ലാഹ് ഇന്നഹു ലഅസ്ഹറുൻ നാസി മിൻ ബൈനി ഹാദിഹി വഹാദിഹി. ആകാശഭൂമികൾക്കിടയിൽ വിരൽ ചൂണ്ടി ആ സ്ത്രീ പറഞ്ഞു, വാനങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഏറ്റവും വശ്യനായ ഒരു വ്യക്തിയാകുന്നു ആളുകൾ പുത്തൻവാദി എന്ന് വിളിക്കുന്നതായ ആ വ്യക്തി എന്ന്
ആ സ്ത്രീ പറയുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇന്നഹു ലറസൂലുള്ളാഹി ഹഖ്ഖൻ, ഹഖായിട്ടും അത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ആ സ്ത്രീ അവിടെ വെച്ച് പറയുകയുണ്ടായി എന്നുള്ളതാണ്. സഹാബികൾ യുദ്ധത്തിന് വന്നതാണ്, ശത്രുക്കളെ നേരിടുന്നതിന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം, ഫകാനൽ മുസ്ലിമൂന ബഅദ ദാലിക യുഗീറൂന അലാ മൻ ഹൗലഹാ മിനൽ മുശ്രിക്കീൻ. ഈ സ്ത്രീ ഏതൊരു ഗോത്രക്കാരിയാണോ ആ ഗോത്രം ഒഴിച്ചുള്ള മറ്റു ഗോത്രങ്ങളെ എല്ലാവരും സഹാബികൾ ആക്രമിച്ചു. കാരണം അവർ ശത്രുക്കളാണ്. ഈ സ്ത്രീയുടെ ഗോത്രത്തെ സഹാബികൾ ആക്രമിക്കുകയുണ്ടായില്ല. വലാ യുസീബൂന സർമല്ലദീ ഹിയ മിൻഹു. ഈ സ്ത്രീ ഏതൊരു കുടുംബത്തിലാണോ ആ കുടുംബത്തെ ഇവരുടെ അക്രമം ഒരിക്കലും ലക്ഷ്യമാക്കിയതേ ഇല്ല. ഫഖാലത് യൗമൻ ലിഖൗമിഹ. അങ്ങനെ ഈ നാളുകൾ തുടരവേ ഈ സ്ത്രീ അവരുടെ ജനതയോട് പറഞ്ഞു, മാ അറാ ഇന്ന ഹൗലാഇൽ ഖൗം യദഊനകും അംദ ഫഹൽ ലകും ഫിൽ ഇസ്ലാം. എന്താ ഈ ഉമ്മ, ഈ സ്ത്രീ അവരുടെ ഗോത്രക്കാരോട് പറഞ്ഞത്, കുടുംബക്കാരോട് പറഞ്ഞത്? മാ അറാ ഇന്ന ഹൗലാഇൽ ഖൗം യദഊനകും അംദ. ചുറ്റുഭാഗങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു, നിങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുവോ മുസ്ലിമീങ്ങൾ നിങ്ങളെ ബോധപൂർവം ഒഴിവാക്കുകയാണ്, അല്ല ബോധപൂർവം നിങ്ങളിൽ അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഒരിക്കലും മുസ്ലിമീങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ അശ്രദ്ധരല്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. മുസ്ലിമീങ്ങൾ നിങ്ങളെ ആക്രമിക്കാതിരിക്കുകയാണ്. ഫഹൽ ലകും ഫിൽ ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുക്കമാണോ? ഈ സ്ത്രീ ചോദിക്കുകയാണ് അവരുടെ കുടുംബക്കാരോട്. ഫഅതാഊഹ ഫദഖലു ഫിൽ ഇസ്ലാം. ഈ പെണ്ണിന് ആ നാട്ടുകാർ അനുസരണമുള്ളവരായി അവരെല്ലാവരും ഇസ്ലാമിൽ പ്രവേശിക്കുകയുണ്ടായി. മറ്റൊരു റിപ്പോർട്ടിൽ ഫഅസ്ലമത് വഅസ്ലമു. ഈ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു, ആ നാട്ടുകാരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഈ സ്ത്രീയുടെ ദഅവത്തിനാൽ എന്നാണ് ഉള്ളത്. ഇവിടെ ഇതാണ് ആ ചരിത്ര സംഭവത്തിന്റെ അവസാനം, ഒടുക്കം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽ സ്വഭാവങ്ങളും സൽപ്രവൃത്തിയും അറിഞ്ഞ, പ്രവാചകന്റെ വിനയം മനസ്സിലാക്കിയ, ദഅവത്തിൽ ആകൃഷ്ടയായ ഒരു സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചത്. മുസ്ലിമീങ്ങളുടെ പെരുമാറ്റം കണ്ടറിഞ്ഞ് അവരിൽ ആകൃഷ്ടയായി ഇസ്ലാം ഉൾക്കൊണ്ട് അത് തൻ്റെ ജനതയോട് തുറന്നു പറഞ്ഞ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ഒരു സ്ത്രീ. ഈ സ്ത്രീ ചരിത്രത്തിൽ ഇംറഅത്തുൻ മുബാറക, അനുഗ്രഹീതയായ മഹദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അവർ കാരണത്താൽ ആ നാട്ടുകാർ, അവരുടെ കുടുംബക്കാർ അഖിലവും ഇസ്ലാമിലേക്ക് വരികയുണ്ടായി എന്നുള്ളതാണ്. ഇവരുടെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരിധിയെങ്കിലും അറിയാൻ സാധിച്ചില്ല. പക്ഷേ ഈ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും അതേപോലെ തന്നെ സുനനിൻ്റെ ആളുകളുമൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായിട്ടുള്ള ചരിത്ര സംഭവമാണ്. ഇത് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുവാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ ദഅവത്തുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ. ഇങ്ങനെ ഈ മഹദിയുടെ സ്വഭാവവും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരിലുണ്ടായ ബർക്കത്ത് വിശദീകരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടതാണ് ഇത് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തു വെച്ചത്. കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചിലത് നമ്മൾ പറഞ്ഞ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഫർദ് നമസ്കാരം ഖദാ ആയാൽ അത് വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ ഫവഖ്തുഹാ ഇദാ ദക്കറഹ ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക്. മൻ നാമ അൻ സ്വലാത്തിൻ, വല്ലവരും ഒരു നമസ്കാര സമയത്ത് ഉറങ്ങിപ്പോയി, ഔ നസിയഹ അല്ലെങ്കിൽ ഒരു നമസ്കാരം മറന്നുപോയി,
എങ്കിൽ ഫവഖ്തുഹ ഇദാ ദക്കറഹ, ആ നമസ്കാരം നിർവഹിക്കേണ്ട സമയം ഓർക്കുമ്പോഴാണ്. അപ്പോൾ നിസ്കാരത്തോട്ട് മറന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഓർക്കുന്നത്? അപ്പം ആ നമസ്കാരം നമ്മൾ മടക്കി നിസ്കരിക്കണം. അതിനി കാലങ്ങൾ കഴിഞ്ഞാലും ഒരു നിസ്കാരമൊക്കെ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ, ബോധപൂർവ്വം ഒഴിവാക്കിയവരല്ല, ബോധപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയവർ കലിമ ചൊല്ലിയിട്ട് നിസ്കാരം തുടങ്ങുകയാണ് വേണ്ടത്. അതേസമയം നമസ്കാരം മറന്നുപോയി, പിന്നെയാണ് ഓർക്കുന്നത് ഇന്ന ദിവസം ഞാൻ മഗ്രിബ് നമസ്കരിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, എങ്കിൽ അത് ഓർക്കുമ്പോൾ നമസ്കരിക്കണം എന്നുള്ളതാണ്. ഒരു നമസ്കാരത്തോട്ട് വല്ലവരും ഉറങ്ങിപ്പോയി എങ്കിൽ ഉറക്കം ഉണരുമ്പോഴാണ് ആ നമസ്കാരത്തിൻ്റെ സമയം. അത് ഈ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം പ്രവാചകൻ ഫജ്ർ നമസ്കാര വേളയിൽ ഉറങ്ങിപ്പോയി. അത് നമുക്ക് അതിൽ കുറേ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനും അറിയാനുമുണ്ട്. അത് തശ്രീഇന്റെ ഭാഗമെന്നോണം. അപ്പം നമസ്കാരം അതിൻ്റെ സമയത്തെ തൊട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് അത് ഖദാ വീട്ടേണ്ടത്? ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ആൾക്കൂട്ടം ഒന്നടങ്കം ഉറങ്ങിപ്പോയി എങ്കിൽ അവർ ജമാഅത്തായിട്ടാണ് പിന്നീട് ഖദാ വീട്ടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചത്? പിന്നെ ഖദാ വീട്ടുന്ന നമസ്കാരത്തിന് ബാങ്ക് വിളിക്കണം എന്നുള്ളത് മനസ്സിലായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് വിളിക്കുകയും പിന്നെ ഇഖാമത്ത് നിർവഹിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചത്. അപ്പോൾ ഖദാ വീട്ടുന്ന നിസ്കാരമാണെങ്കിലും എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ബാങ്ക് നിസ്കാരത്തിനുള്ള ഇഅ്ലാമാണ്, വിവരം അറിയിക്കലാണ്, സമയമായി എന്നുള്ളത് അറിയിക്കലാണ് ബാങ്ക്. മാത്രമല്ല ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്നിടത്തുനിന്ന് പിശാച് പിന്തിരിഞ്ഞോടുമെന്നാണ്. എത്ര ദൂരം ബാങ്ക് വലി കേൾക്കുന്നുവോ അത്രയും ദൂരം പിശാച് വിരണ്ടോടും. ബാങ്ക് തീർന്നതിനനുസരിച്ച് വീണ്ടും പിശാചിൻ്റെ അടുപ്പമുണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ ഈ സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മാറാൻ പറഞ്ഞില്ലേ, ഉറങ്ങിയിടത്തുനിന്ന് മാറാൻ പറഞ്ഞു. കാരണം അത് ഗഫ്ലത്തിൻ്റെ സ്ഥലമാണ് എന്നൊരു റിപ്പോർട്ടിൽ, അതേപോലെ തന്നെ പൈശാചിക ശല്യത്തിൻ്റെ സ്ഥലമാണെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ. അതുകൊണ്ടാണ് അല്പം മാറി അവിടെ ബാങ്ക് വിളിച്ച് നിസ്കരിക്കുകയുണ്ടായത് എന്ന് ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണുവാൻ സാധിക്കും. അതേപോലെ വെള്ളം ഇല്ലാത്ത സ്ഥിതിവിശേഷം വന്നാൽ തയമ്മം ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. തയമ്മും ശുദ്ധമായ ഭൂപ്രതലത്തെ ഒരാൾ അന്വേഷിക്കലാണ്. അവിടെ മണ്ണാണ്, അതല്ല ഇനി ശുദ്ധമായ ഭൂപ്രതലത്തിൽ അത് കേവലം ശുദ്ധമാണ്, ഇനി മണ്ണില്ലെങ്കിലും ശരി, അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ രീതിയിൽ വീക്ഷണ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ചിലർ മണ്ണ് തന്നെ ഉണ്ടാകണമെന്നാണ്, ചിലർ മണ്ണ് വേണമെന്നില്ല, ഭൂപ്രതലം അത് ശുദ്ധമായാൽ അതിന്മ കൈയടിച്ചാൽ തന്നെ മതിയാകും എന്ന് ഉണർത്തിയിട്ടുണ്ട്. വുളു ചെയ്യുവാൻ വെള്ളമില്ലെങ്കിലും കുളിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും, കുളി ആവശ്യമായ സമയത്ത് ജനാപത്തുകാരനാണ് എങ്കിൽ തയമ്മും ഒരേപോലെയാണ്. ഒരാൾ കുളിക്കേണ്ടതുണ്ട്, വെള്ളമല്ല, അതുകൊണ്ട് തയമ്മം ചെയ്യുകയാണ് എന്ന് വിചാരിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് പുരളേണ്ട ഒരാവശ്യം ഇല്ല. പ്രത്യുത കൈയടിച്ച് മുഖം തടവുക, മുൻകൈയിൻ്റെ പുറം ഭാഗം ഓരോ പ്രാവശ്യം തടവുക, ഇത്ര മാത്രം ചെയ്താൽ മതിയാകും. ഈ ഹദീസിൻ്റെ ഈ സംഭവത്തിൻ്റെ ഒടുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷായുസിൽ ബർക്കത്ത് ചൊരിഞ്ഞാൽ ആ ബർക്കത്തിലൂടെ ഉണ്ടാകുന്ന ഉപരിപ്ലവമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു സ്ത്രീ അവർ കാരണത്താൽ അവരുടെ ഗോത്രം, കുടുംബം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അത് ആ വ്യക്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമരുളിയതാണ്. അത്തരം അനുഗ്രഹങ്ങൾക്ക് നമ്മളും പാത്രീഭൂതരാകേണ്ടതുണ്ട്. അതിനെന്ത് വേണം? മനസ്സ് നന്നാവണം, അതേപോലെ കയ്യിലിരിപ്പും നന്നാകേണ്ടതുണ്ട്.
ചില മഹദികളെ കുറിച്ച് തന്നെ ചരിത്രത്തിൽ കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ ബിൻതുൽ ഹാരിസ് അവർ ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്. ഈ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, സ്വന്തം കുടുംബത്തിന് ഏറെ ബർക്കത്തുള്ള അനുഗ്രഹീതയായി വർത്തിച്ച ഒരു മഹദിയാണ് ജുവൈരിയ. ആയിഷമ്മയും ജുവൈരിയയും അവർ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ നമുക്കറിയാം ചില അസ്വാരസ്യങ്ങളും പ്രയാസവും ഉണ്ടായിരിക്കും. പക്ഷേ ജുവൈരിയയുടെ മഹത്വത്തിന്റെ ആ വലിപ്പം കാരണത്താൽ ആയിഷമ്മ സമ്മതിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുടുംബത്തിന് അനുഗ്രഹീതയായി വർത്തിച്ച മഹദിയാണ് ജുവൈരിയ. അവർ കാരണത്താൽ അവരുടെ കുടുംബത്തിൽ നിന്ന് 100 പേരെ മുസ്ലിമീങ്ങൾ മോചിപ്പിച്ചു. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. കാരണം ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിത സഖിയായി സ്വീകരിച്ചപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ ജീവിത സഖിയായി സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യപ്പോൾ ആ കുടുംബക്കാരെല്ലാവരും മുസ്ലിമീങ്ങളുടെ കയ്യിൽ ബന്ദികളാണ്, യുദ്ധബന്ദികളാണ്, അടിമകളാണ്. ജുവൈരിയ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഇടം നേടി എന്നുള്ളത് സഹാബികൾ അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയന്മാരെ നമ്മളെങ്ങനെ ബന്ദികളാക്കി വെക്കുമെന്ന് പറഞ്ഞ് മുഴുവൻ ബന്ദികളെയും മുസ്ലിമീങ്ങൾ മോചിപ്പിച്ചു. 100-ലേറെ ബന്ദികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആയിഷമ്മ പറയുന്നത്, സ്വന്തം കുടുംബത്തിന് ഏറെ ബർക്കത്തിൽ വർത്തിച്ച ഒരു മഹദിയാകുന്നു ജുവൈരിയ എന്നുള്ളത്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സുലൈമിനെ അവർ മഹദിയാണ്, വളരെ കുലീനയാണ്. അബൂ തൽഹ കല്യാണം അന്വേഷിച്ച് വരുമ്പോൾ ഉമ്മു സുലൈം പറയുന്നത് എന്താണ്? അബൂ തൽഹയോട്, അബൂ തൽഹ, നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഒരു വിവാഹാന്വേഷണവുമായി വരുമ്പോൾ അതിനെ നിരസിക്കൽ, തള്ളിക്കളയൽ പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങളൊരു മുശ്രിക്കായ വ്യക്തിയാണ്, നജസാണ്, ആത്മീയമായിട്ട് നിങ്ങൾ നജസാണ്, മുശ്രിക്കുവാണ്. അതുകൊണ്ട് എങ്ങനെ നിങ്ങളെ അഭ്യർത്ഥന ഞാൻ മാനിക്കും? അബൂ തൽഹ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് എങ്കിൽ വിവാഹ മൂല്യമായിട്ട് ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ഇസ്ലാമിനെ വിവാഹ മൂല്യമായി സ്വീകരിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ ജീവിത സഖിയായി അംഗീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബൂ തൽഹ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിലേറെ അനുഗ്രഹീതമായ മഹറായിരുന്നു ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികളുടെ മഹർ എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇതൊക്കെ നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് കനിയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതേപോലെ നമ്മളുടെ കയ്യാലും ഖൈർ പരക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് മഫാത്തിഹുൽ ഖൈറാകാനാണ്, നന്മയുടെ താക്കോലുകളാകണം. മഗാലിഖുൽ ശർ, തിന്മകൾ നമ്മൾ കാരണത്താൽ കൊട്ടിയടക്കപ്പെടണം. മഫാത്തിഹുൽ ഖൈർ ആവൽ എങ്ങനെയാണ്? അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ സംസാരിച്ച ഈ മഹദിയുടെ സംഭവം. അതിൻ്റെ ഉദാഹരണമാണ് ഉമ്മുൽ സുലൈമിൻ്റെ സംഭവം. അതിൻ്റെ ഉദാഹരണമാണ് ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം. ധാരാളം ഉദാഹരണങ്ങളും ചരിത്ര സംഭവങ്ങളും ഇതുപോലെ കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് ആദ്യ നാളിൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി. അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 6 പേരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എത്ര അനുഗ്രഹീതനാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഈദ്, തൽഹ, സുബൈർ, അബൂ ഉബൈദ, ആമിർ ബിൻ ജറാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഇതിൽ 6 പേരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിൽ ഇസ്ലാമിലേക്ക് വന്നവരാണ്. അബൂബക്കറെ കഴിഞ്ഞ പിന്നെ 3 പേരാണ് ബാക്കിയുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാണ് നന്മയുടെ താക്കോലുകളാവുക എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ നിഷ്കളങ്കരാകണം, ജീവിതം നിഷ്കപടമായിരിക്കണം, നമ്മളുടെ അമലുകളും നമ്മളുടെ വാക്കുകളും ഉപരിലോകത്ത് അള്ളാഹുവിന് പ്രീതിപ്പെട്ട അമലുകളും വാക്കുകളുമായിരിക്കണം. അപ്പോഴാണ് നമ്മൾ നന്മയുടെ താക്കോലുകളായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ സത്യദീനിൻ്റെ
മാർഗേണ പ്രവർത്തിക്കുന്നവരും ദഅവത്ത് നിർവഹിക്കുന്നവരുമാകണം. നമ്മളുടെ കരങ്ങളാലും ആളുകൾ ഹിദായത്ത് ഉൾക്കൊള്ളുകയും ഈ ഇസ്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് നടത്തുക എന്ന ആ ദൗത്യം നിർവഹിച്ചവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ആരുമില്ല. വഅമില സ്വാലിഹൻ, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുക, അതിനേക്കാൾ ഉത്തമനായി ആരുമില്ല. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുക, അതിനേക്കാൾ ഉത്തമമായ ഒരു വാക്കുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സത്യദീനിലേക്ക് കഴിവിൻ പടി ആളുകളെ ക്ഷണിക്കുകയും ഈ ദീൻ ആളുകൾക്ക് അറിയിക്കുകയും ചെയ്യുന്ന ഉത്തമ പ്രബോധകന്മാരാകണം, പ്രചാരകരാകണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന പല സഹോദരങ്ങളും നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരാണ്. അള്ളാഹുവേ, നിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. അവരുടെ വേദനയും അവർക്ക് വന്നു ഭവിച്ചതായ ദുരിതവും നീ അവരിൽ നിന്ന് ഉയർത്തണമേ തമ്പുരാനെ. നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ റബ്ബേ. നിൻ്റെ അഫുവും നിൻ്റെ ആഫിയത്തും അവർക്ക് നീ കനിയണമേ തമ്പുരാനെ. മാരകമായ രോഗത്തിൻ്റെ കെടുതിയിൽ നിന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ രക്ഷകനാണ് നീ. അതുകൊണ്ടാണ് അള്ളാഹുവേ അഷ്ഷാഫിയായ നിന്നിലേക്ക് ഈ ദുആകളെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നത്. നിൻ്റെ അഫുവും ആഫിയത്തും അവർക്ക് നീ കനിയണമേ തമ്പുരാനെ. നിന്നിൽ നിന്നുള്ള ഷിഫാവുൻ ആജിൽ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിൻ്റെ മാർഗത്തിൽ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയിരാരോഗ്യം അവർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام.